ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ വൈജയെക്കുറിച്ച് മറ്റൊരു രഹസ്യം കൂടെ മനസ്സിലാക്കാണ്. അലീന എന്നൊരു മകളെ 23 വർഷങ്ങൾക്ക് മുമ്പ് പ്രസവിച്ചു. അതുകൂടാതെ മറ്റൊരു രഹസ്യം അറിഞ്ഞതോടുകൂടെ ബാലചന്ദ്രൻ തകർന്നു പോകുന്നുണ്ട്. ആ രഹസ്യം എന്താണെന്നല്ലേ? എന്തായാലും കഥ എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ബാലചന്ദ്ര മേനോൻ പതിവ് പോലെ ജ്വല്ലറി ഷോപ്പിലേക്ക് പോവാനായിട്ട് ഇറങ്ങാണ്. പുറകിൽ നിന്ന് വൈജയന്തി വിളിക്കുന്നുണ്ട്. ആ സമയം വൈജയന്തിയെ മൈൻഡ് ചെയ്യാതെ ബാലചന്ദ്രൻ പോകുമ്പോൾ, ഓ ഇന്നും ആ വേലക്കാരി പെണ്ണിനെ കാണാൻ തന്നെയായിരിക്കും പോകുന്നത്. ആ ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ നിനക്കെന്താ? എനിക്കു എന്തെന്നോ, അവളെ കാണാൻ ഇങ്ങനെ പോകാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കി വെക്കണം, അല്ലെങ്കിൽ അവളെ കൂടെ പോകണം. ഈ രണ്ടു വീട്ടിലായിട്ട് മാറി മാറിയുള്ള താമസം ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. ഞാൻ എവിടെ താമസിച്ചു എന്ന് ചോദിക്കാണ്. എല്ലാ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഷോപ്പിലൊക്കെയാണെന്ന് പറഞ്ഞു പോയിട്ട് അലീനയ്ക്ക് അരികിലേക്കാണ് നിങ്ങൾ പോകുന്നത്. എനിക്കറിയാം, അറിയാമല്ലോ. അതിന് നിന്നെ ആര് പേടിക്കുന്നത്? എനിക്ക് ഭാര്യയായിട്ട് നിന്നെ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് വേണമെങ്കിൽ എവിടെ നിന്ന് വെച്ചാൽ പോവാം. അതും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ കാറിൻ്റെ കീ എടുത്തുകൊണ്ട് നേരെ കടയിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഇനി ഷോപ്പിലെടുത്ത കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുന്ന സമയത്താണ് പഴയൊരു പരിചാരകരൻ അങ്ങോട്ട് വരുന്നത്. അയാളുടെ മകളുടെ കല്യാണത്തിന് സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ബാലചന്ദ്രനോട് സംസാരിച്ച് അദ്ദേഹം മകളോടുള്ള കാര്യങ്ങളൊക്കെ പറയാം. എൻ്റെ മകൾക്ക് കുറച്ച് സ്വർണം വേണം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊക്കെ നല്ല വിലയാണ്. ആരും വിവാഹത്തിന് അത്ര ഒരുപാട് ഗോൾഡൊന്നും കൊടുക്കുന്നില്ല. എന്നാലും ഒരേ ഒരു മകളല്ലേ, അവളെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ച് അയക്കണം. അങ്ങനെ ബാലചന്ദ്ര മേനോനും അവരും കൂടെ സംസാരിക്കണം കേട്ടോ. ആ സമയം അയാളുടെ ഭാര്യയും മകനും കൂടെ പർച്ചേസിങ് തുടങ്ങുന്നുണ്ട്. അല്ല ബാലചന്ദ്രൻ സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നീട് അങ്ങ് ഇറങ്ങാൻ സമയം കിട്ടില്ല. ആ എന്താണ്? അതെ, കുഞ്ഞിരാമൻ സാറുണ്ടല്ലോ, നിങ്ങൾ അച്ഛൻ്റെ പഴയ വക്കീലാണെന്ന കാര്യമൊക്കെ എനിക്കറിയാം. ആ സൗഹൃദവും എനിക്ക് നിങ്ങളോട് എന്നുണ്ട്. ഞങ്ങളുടെ വിവാഹത്തിന് വേണ്ടി, എൻ്റെയും വൈജയുടെ വിവാഹത്തിനൊക്കെ വേണ്ടി മുൻകൈ എടുത്ത ആളാണല്ലോ. ആ ഒരു ദേഷ്യം ഉണ്ട് കേട്ടോ ബാലചന്ദ്രൻ്റെ മനസ്സിലും. എന്നാലും വൈജയെക്കുറിച്ചുള്ള രഹസ്യം ഇയാൾക്ക് അറിയത്തില്ല എന്നറിയാവുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യം അയാളോട് പ്രകടിപ്പിക്കുന്നില്ല. അതെ, വൈജക്കുഞ്ഞിനും മോന് വലിയ കാര്യമായിരുന്നല്ലോ അന്നൊക്കെ. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കുഞ്ഞിരാമ മേനോനോട് ഞാൻ ബാലചന്ദ്രൻ്റെ കാര്യം പറഞ്ഞത്. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ കുഞ്ഞിരാമൻ സാറ് മരിക്കുന്നതിന് മുമ്പേ ഒരു വിൽപ്പത്രം തയ്യാറാക്കിയിരുന്നു. വിൽപ്പത്രോ? അതിന് മക്കൾക്കൊക്കെ എല്ലാ സ്വത്തുക്കളും വീതിച്ച് നൽകിയതാണല്ലോ. ഇതങ്ങനെയല്ല. ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കാണ്. എനിക്ക് ശിവശങ്കരനെയും രാജീവിനെയും ഗംഗാധരനെയും എല്ലാം ഒന്ന് കാണണം. എല്ലാവരെയും വിളിച്ച് ഒരു ദിവസം അവിടേക്ക് വരാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. അങ്ങനത്തെ വിൽപ്പത്ര? അതങ്ങനെ. അത് പിന്നെ സാറേ, എന്തൊക്കെയോ ഒരു പഴയ സംഭവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനിതുവരെ അത് തുറന്നു നോക്കിയിട്ടില്ല. എന്നോട് അത് തുറന്നു നോക്കരുതെന്ന് പറഞ്ഞതാ. മറ്റുള്ളവരുടെ രഹസ്യത്തിൽ ഞാൻ എന്തിനാ കൈ കടത്തുന്നത്? എന്തായാലും ശിവശങ്കരനെയും ഗംഗാധര മേനോനെയും കണ്ടാൽ അത് ഞാൻ അവരെ ഏൽപ്പിക്കാൻ വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ തനിക്ക് എന്നോട് എന്തെങ്കിലും ഉണ്ടോ? അതെന്താണെന്ന് ഞാൻ അറിയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല സാറേ എന്ന് പറയാട്ടോ. അങ്ങനെ ബാലചന്ദ്രമേൻ അയാൾക്ക് സ്വർണ്ണെടുത്തിലെ ഡിസ്കൗണ്ടൊക്കെ നൽകുന്നുണ്ട്. അതിനുശേഷം ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ഒരു ബോക്സ് കൊണ്ടുവന്ന് കൊടുക്കാൻ കേട്ടോ. ബാലചന്ദ്രൻ അതുമായിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. കുഞ്ഞിരാമൻ മേനോൻ ഇത്രയും രഹസ്യമാക്കി വെച്ച ഈ ബോക്സിൽ എന്തായിരിക്കും? ഇനിയിപ്പോൾ മകളുടെ ഹവിതത്തെക്കുറിച്ചായിരിക്കുമോ? അങ്ങനെയെല്ലാം ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ആ ഒരു വക്കീല് ബാലചന്ദ്രമേനോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഇതെൻ്റെ കയ്യിൽ തിരികെ ഏൽപ്പിക്കണം. ഞാൻ ഇന്ന് തന്നെ ഗംഗാധരമേനോനെ വിളിക്കാനിരിക്കായിരുന്നു. അത് നീലഗിരിയിൽ നിന്നായി അദ്ദേഹം ഓടി വരണമെങ്കിൽ സമയമെടുക്കും. എന്തായാലും നാളെ തന്നെ തൻ്റെ കയ്യിൽ ഞാൻ ഇത് ഏൽപ്പിച്ചോളാം. അങ്ങനെ ആ ഒരു ബോക്സ് അന്ന് രാത്രി ബാലചന്ദ്ര മേനോൻ ഓരോന്ന് ഓപ്പൺ ആക്കുന്നുണ്ട് കേട്ടോ. അവന് ഒരുപാട് ഫയലുകൾ അടുക്കി വെച്ചിട്ടുണ്ടാവും. ആ ഫയലെല്ലാം ശ്രദ്ധാപൂർവ്വം വായിക്കുന്നുണ്ട്. തൻ്റെ സ്വത്തുക്കളുടെ എല്ലാം ഡീറ്റെയിൽസ് ആയിരിക്കും. പക്ഷേ ആ ഒരു ഫയൽ മറ്റൊരു ഫയലിൽ രഹസ്യമാക്കി വെച്ച കുറച്ച് ഭൂസ്വത്തിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. അത് അലീനയുടെ പേരിലേക്ക് എഴുതി വെച്ചതായിട്ടാട്ടോ അതിൽ കാണുന്നത്. ആ സമയം ബാലചന്ദ്രമേൻ ആശ്ചര്യത്തോടെ അതിലേക്ക് നോക്കുക. അലീനയുടെ പേരിലാണല്ലോ ഇതൊക്കെ. അപ്പോൾ കുഞ്ഞിരാമൻ മേനോൻ അവളെ പോയി കണ്ടതും അവളെ മനഃപൂർവ്വം തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും വെറുതെയല്ല. ഈ രഹസ്യം കൈമാറാനിരിക്കുമ്പോഴായിരിക്കും അദ്ദേഹം മരിച്ചു പോയത് എന്നെല്ലാം ബാലചന്ദ്രൻ ഓർക്കാണ്. മകളുടെ അവിധത്തിൽ ജനിച്ച കുഞ്ഞിന് വേണ്ടി സ്വത്തുകൾ മാറ്റിവെച്ചിരിക്കുന്നു. നല്ല തന്ത എന്നെല്ലാം അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം അടുക്കി പെറുക്കി വെക്കുക. അലീന പാവം, അവളെ എന്ത് പിഴച്ചു? അവൾക്ക് അർഹതപ്പെട്ടത് അവൾക്ക് കിട്ടിയിരിക്കണം. ഇനിയിപ്പോൾ ഇതുകൊണ്ടൊന്നും അവൾക്ക് ആവശ്യമില്ല. അവളുടെ പപ്പ സ്റ്റാലിൻ്റെ അടുത്ത്
എന്തായാലും അവൾക്ക് ഇട്ടുമൂടാനുള്ള സ്വർണവും പണവും സ്വത്തുക്കളുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കുമോ? എന്തായാലും ഇത് അവൾക്ക് അവകാശപ്പെട്ടതാ, ഇത് അവൾക്ക് കൊടുത്തേ തീരൂ. ഗംഗാധരമേനോൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അതിനൊരു തീരുമാനമായിരിക്കാം. അങ്ങനെ ആ ഫയലുകളെല്ലാം പതിയെ അതിലേക്ക് തന്നെ വെക്കാൻ. അപ്പോഴാണ് അതിൻ്റെ മറ്റൊരു അറയിൽ, ആ ഒരു ബോക്സിൻ്റെ മറ്റൊരു അറയിൽ ഒരു കനത്തിൽ എന്തോ കാണുന്നത്. അത് ഓപ്പണാക്കി നോക്കുമ്പോൾ അതൊരു കുഞ്ഞു ഡയറി ആയിരിക്കും കേട്ടോ. അങ്ങനെ ആശ്ചര്യത്തോടു കൂടെ ബാലചന്ദ്രമേനോൻ ആ ഡയറി മറിച്ചു നോക്കുന്നുണ്ട്. കുഞ്ഞിരാമൻ്റെ കൈപ്പടയിൽ എഴുതിയ കുറച്ച് വാക്കുകളായിരുന്നു അത്. ആ ഡയറിയിലെ പകുതിയോളം ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കുഞ്ഞിരാമൻ മേനോൻ എന്ന മനുഷ്യന് എന്താണെന്ന കാര്യം അതിൽ വ്യക്തമായിട്ട് കാണാമായിരുന്നു. കുഞ്ഞിരാമൻ മേനോൻ്റെ നടത്തിയ ദുഷ്ടക്രമങ്ങളെല്ലാം ഓർക്കാട്ടോ. വൈജയെ ആഗ്രയിൽ നിന്ന് കൊണ്ടുവന്നതും ഉണ്ണിമാമനൊത്ത് എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചതും രഹസ്യമായിട്ടായിരുന്നു പ്രസവം. അവൾക്ക് പോലും അറിയില്ല വലിയൊരു ചതിയാണ് നടക്കാൻ പോകുന്നതെന്ന്. സ്റ്റാലിനെ കണ്ട് വിവാഹം ആലോചിക്കാമെന്നൊക്കെ കള്ളം പറഞ്ഞോണ്ടാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നീട് സ്റ്റാലിൻ്റെ വിവാഹം കഴിഞ്ഞെന്നും അവളെ തെറ്റിദ്ധരിപ്പിക്കായിരുന്നു. അന്നവൾ ആ ഹോസ്പിറ്റലിൽ പ്രസവിച്ചു. അന്ന് വൈജ പ്രസവിച്ചത് ആർക്കും അറിയാത്ത ആ രഹസ്യ, എനിക്ക് ഉണ്ണിമാമയ്ക്ക് മാത്രം അറിയുന്ന ആ രഹസ്യം. മോനെ ഗംഗാധര, ഞാൻ മരിച്ചാൽ പോലും നീ ഈ രഹസ്യം സൂക്ഷിച്ചു വെക്കണം. പക്ഷേ ഇപ്പോൾ ഈ രഹസ്യം നിനക്ക് അറിയാമെന്നറിയാം, രാജീവിനോ ശിവശങ്കരമേനോനോ ഒന്നും അറിയില്ല. അങ്ങനെ വീണ്ടും ആ രഹസ്യം കണ്ടതും നെട്ടിത്തരിച്ച് നിൽക്കാട്ടോ ബാലചന്ദ്രമേനോൻ. വൈജയന്തി അന്ന് പ്രസവിച്ചത് ഒരു കുഞ്ഞിനെയല്ല, 2 കുഞ്ഞുങ്ങളെ ആയിരിക്കും. ഒരാൺകുഞ്ഞിനെയും ഒരു പെൺകുഞ്ഞിനെയും. ആൺകുഞ്ഞിനെ അവരൊരാൾക്ക് വളർത്താൻ കൊടുത്തതാണ്. മറ്റേ കുഞ്ഞിനെ ഇഷ്ടദാനം എന്ന പോലെ സ്നേഹനികേതനത്തിൽ പ്രീതമമ്മിയെ ഏൽപ്പിച്ചു. ഗംഗാധരമേനോൻ അറിയാം ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന്. അലീനയുടെ കൂടെ പിറന്ന ആ അലീനയുടെ ആ കുഞ്ഞ് വൈജയുടെ ആ കുഞ്ഞ് ഇപ്പോൾ രാജകുമാരനെ പോലെ ഗംഗാധരമേനോൻ്റെ ഭാര്യ മാലതിയുടെ സഹോദരൻ്റെയും സഹോദര ഭാര്യയുടെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അച്ഛനും അമ്മയും അവരാണെന്ന് വിശ്വസിച്ച് യഥാർത്ഥത്തിൽ അത് വൈജയുടെ മകനാണ്. അലീനയെ ഞങ്ങൾക്ക് അനാഥാലയത്തിൽ കൊടുക്കേണ്ടി വന്നു. 23 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവളെ കണ്ടു. അവളെപ്പോലെ ഒരു പെൺകുട്ടിയെ ജന്മം നൽകിയ വൈജയന്തി എന്തു ഭാഗ്യവാദിയാണ്. അവൾ ഒരുപക്ഷെ വൈജയുടെ കൂടെയാണെങ്കിൽ പോലും ഇത്രയും സ്നേഹവും കാരുണ്യമുള്ള ഒരു പെൺകുട്ടിയായി മാറില്ലായിരുന്നു. അവളെ ഉപേക്ഷിച്ചതിൽ വളരെ വിഷമമുണ്ട്. എന്നാൽ അവളുടെ കൂടെ പിറന്ന ആ ഇരട്ട സഹോദരന് ഇപ്പോൾ സന്തോഷവനായിട്ടാണ് കഴിയുന്നത്. അതിടക്കെല്ലാം കാണുകയും കുഞ്ഞിരാമൻ മേനോൻ, ഗംഗാധര മേനോൻ, മാലതിയും ഈ രഹസ്യം ആരെയും അറിയിച്ചിട്ടില്ല. ഒരു രാജകുമാരനെ പോലെ ഗംഗാധര മേനോൻ്റെ ഭാര്യയുടെ ആങ്ങളുടെ കൂടെയാണ് വൈജയന്തി. ആ ഒരു ഹോസ്പിറ്റലായ സമയത്ത് ആ ഒരു ഭാര്യ മാലതിയുടെ നാത്തൂനായിട്ട് വരും കേട്ടോ. ആ നാത്തൂന് ഗർഭിണിയായി തന്നെ ഇരിക്കായിരിക്കും. ആ സമയത്ത് 2 പേരുടെയും പ്രസവം ഒരേ സമയത്താണ് നടന്നത്. എന്നാൽ ഡൽഹിയിലെ ഹോസ്പിറ്റൽ പ്രസവിച്ച ആ കുഞ്ഞ് മരിച്ചു പോവാണ്. ആ കുഞ്ഞൊരു ആൺകുഞ്ഞ് തന്നെയായിരിക്കാം. ആ ഒരു ഭാര്യയുടെ സമനില തെറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് വൈജയുടെ 2 കുഞ്ഞുങ്ങളിലെ ഒരെണ്ണത്തിനെ മാത്രമേ ഓർഫനേജിൽ കൊടുത്താൽ മതി, മറ്റൊന്നിനെ അവർക്ക് ദത്ത് നൽകായിരുന്നു. ആ അച്ഛനും അമ്മയും പൊന്നു പോലെയാണ് അവനെ നോക്കിയതും വളർത്തിയതും. പക്ഷേ അലീന, അവളെ ഞങ്ങൾക്ക് അനാഥാലയത്തിൽ വിട്ടുകൊടുക്കേണ്ടി വന്ന്. ഈ രഹസ്യങ്ങളൊന്നും വൈജയ്ക്ക് അറിയില്ല. അവളുടെ വിചാരം അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി, ആ കുഞ്ഞ് മരിച്ചു പോയെന്നാണ്. മറ്റൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. പിന്നീട് അറിയാൻ അവൾ ശ്രമിക്കുകയും ചെയ്തില്ല. എൻ്റെ മോളോട് ഞാൻ ഒരു കൊടും ചതിയാണ് ചെയ്തത്. അതൊക്കെ പോട്ടെ. ഇപ്പോൾ അവൾ അവളുടെ ഭർത്താവിനെയും മക്കളുടെയും കൂടെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. അത് കണ്ടാൽ മതി എനിക്ക്. അലീനയുടെ ജീവിതം ഒരിക്കലും നാശകൂശമായി പോവരുത്. അവളും നല്ല നിലയിലെത്തണം. അതിനു വേണ്ടിയാണ് ഇത്രയും സ്വത്തുക്കൾ ഞാൻ അവളുടെ പേരിലാക്കിയത് എന്നുള്ള കുഞ്ഞിരാമൻ്റെ ആ ഡയറി കുറിപ്പ് കണ്ടതും ബാലചന്ദ്രന് തൻ്റെ ശരീരം തളരുന്ന പോലെ തോന്നി. നെഞ്ചുവേദന എടുക്കുന്ന പോലെ. നെഞ്ചെല്ലാം തടവിയതിനു ശേഷം ആ ബാഗും അതെല്ലാം അതുപോലെ വെക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അദ്ദേഹം കുടിക്കുന്നുണ്ട്. എന്നാൽ ആ ഗ്ലാസ് വെള്ളം വായിലേക്ക് ഒഴിക്കും മുമ്പേ അത് താഴേക്ക് വീണ് പോവാണ്. ഒരു ശബ്ദത്തോടു കൂടെ താഴേക്ക് വീഴുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. ശബ്ദം കേട്ട് ഓടി വരുന്നുണ്ട് കൃഷ്ണമോൾ. അച്ഛാ, വാതിൽ തുറക്ക്. എന്നാൽ അച്ഛന് വാതിൽ തുറക്കാൻ കഴിയില്ല, താഴെ ഉണ്ടാവും. അങ്ങനെ രോഹിത്തും ബബിത എല്ലാവരും കൂടി ചേരാണ്.
ചേർന്നിട്ട് ആ ഡോറിനങ്ങ് ഇങ്ങനെ ചവിട്ടി കൊടുക്കുമ്പോൾ ഡോറ് ഓപ്പൺ ആവുന്നുണ്ട്. ബാലചന്ദ്രൻ നിലത്ത് ബോധം കെട്ട് കിടക്കുന്നത് കാണുമ്പോൾ എല്ലാവരും കൂടി ചേർന്നേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാട്ടോ. അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഒരു അറ്റാക്ക് വന്നു പോയതായിരിക്കാം. അങ്ങനെ ബാലചന്ദ്രന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്ന ബാലചന്ദ്രൻ അലീനയെ കാണണമെന്ന് പറഞ്ഞ് അവളെ വിളിക്കാണ്. എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഞാനിപ്പോൾ റെസ്റ്റിലാണ്, എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല. ആ സമയം അലീന അച്ഛന് ഇതെന്ത് പറ്റി, വീണ്ടും ഹോസ്പിറ്റലായെന്നൊക്കെ കൃഷ്ണമോളും ബബിതയും രോഹിത്തൊക്കെ പറഞ്ഞതനുസരിച്ച് അവളും അച്ഛനെ കാണാനും അവിടേക്ക് വരാനും ആഗ്രഹിച്ച് നിൽക്കാണ്. അപ്പോഴാണ് ഇങ്ങനൊരു വിളി വന്നത്. അങ്ങനെ സ്റ്റാലിൻ ജോസഫിൻ്റെ സമ്മതത്തോടു കൂടെ ബാലചന്ദ്രനെ കാണാനായിട്ട് അലീന ആ വീട്ടിലേക്ക് ഒരിക്കൽ കൂടെ വരികയാണ്. ഭയന്നാണ് അവളേക്ക് അവിടേക്ക് വന്നത്. ഉമ്മറത്ത് തന്നെ വൈജയന്തി ഉണ്ടായിരുന്നു. ഒരു കൂർത്തു നോട്ടം അവളിലേക്ക് നോക്കുന്നുണ്ട്. എന്താടി നിനക്കിവിടെ കാര്യം? ജോലിയിൽ നിന്ന് നിന്നെ പിരിച്ചുവിട്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാടി നീ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ അച്ഛനെ കാണാൻ. ഏതച്ഛൻ? നിനക്ക് എവിടെയാടി ഇവിടെ അച്ഛനെന്ന് ചോദിക്കാണ്. അങ്ങനെ എല്ലാ വീട്ടിലും ജോലിക്ക് നിൽക്കുന്നിടത്തൊക്കെ അവരൊക്കെ നിൻ്റെ അച്ഛനും അമ്മയാണോ? അവരങ്ങനെയല്ല, ഇവിടെയുള്ളത് എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് അലീന ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരാട്ടോ. അങ്ങനെ കലിത്തൊള്ളി നിക്കടി എവിടെ എന്ന് പറഞ്ഞ് അലിയുടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെ നീ കയറണ്ട, നീ അദ്ദേഹം കാണണ്ട. ആ സമയത്ത് ബാലചന്ദ്രൻ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കുക. അവൾ എന്നെ കാണാൻ വന്നതാ, ഞാൻ വിളിച്ചിട്ട് നീ അവളെ തടഞ്ഞാൽ പിന്നെ വൈജ നീ ഈ വീട്ടിലുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അതോടുകൂടെ വൈജ പത്തി മടക്കാട്ടോ. അലീന വൈജയെന്ന് നോക്കിയതിന് ശേഷം അച്ഛനെ കാണാനായിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. മോളെ നീ എങ്ങനെ വന്നത്? ഞാൻ കാറുകൊണ്ടാ വന്നത്, ഡ്രൈവറെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നീ ഇന്ന് തന്നെ തിരിച്ചു പോകുമോ? പോവേണ്ട അച്ഛാ, ഇപ്പം തന്നെ കണ്ടില്ലേ. പക്ഷേ ഈ ഒരു ദിവസം നീ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്താ അച്ഛാ ഇത്? അച്ഛനെന്താ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? നിന്നെ കാണണമെന്ന് തോന്നി. അച്ഛൻ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട, അതുകൊണ്ടല്ലേ ഇന്നലെയൊക്കെ അങ്ങനെ സംഭവിച്ചത്. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഇനി എന്ത് സംഭവിക്കാനാണ്? എൻ്റെ ഹൃദയത്തിൽ നല്ല കട്ടിയുണ്ട്. അത്ര പെട്ടെന്നൊന്നും ഞാൻ ഈ ബാലചന്ദ്രൻ പോവില്ല. അറിയിക്കേണ്ടവരെ എല്ലാം അറിയിച്ചതിന് ശേഷം, കണക്ക് പറഞ്ഞതിന് ശേഷം മാത്രമേ ബാലചന്ദ്രന് പോവാനാവൂ. എന്താ അപ്പോൾ പുതിയതായിട്ടുണ്ടായത്? അങ്ങനെ കുഞ്ഞിരാമ മേനോൻ്റെ ആ ഡയറി അലീനയെ കാണിക്കാണ്. ഇതെല്ലാം ഇവിടെ ഇരുന്ന് വായിക്ക്, അപ്പോൾ നിനക്ക് മനസ്സിലാവും എന്താന്ന്. ഇതിപ്പോൾ എവിടെ നിന്ന് കിട്ടി? അങ്ങനെ ബാലചന്ദ്രൻ ആ ഒരു ഡയറിയും ഫയലും തൻ്റെ കയ്യിലേക്ക് വരാനുണ്ടായ കാരണങ്ങളെല്ലാം അവളുമായിട്ട് ഷെയർ ചെയ്യാണ്. അലീന ഡയറി വായിച്ചതും കണ്ണു നിറയുന്നുണ്ട്. അച്ഛാ, ഇതൊക്കെ സത്യമാണോ? എൻ്റെ കൂടെ മറ്റൊരു സഹോദരനും കൂടെ. അതെ, അവൻ നിന്നെപ്പോലെ അനാഥയത്തിലല്ല, അവന് രാജകുമാരനെ പോലെ കഴിഞ്ഞു. എന്നാലും എനിക്ക് അവനെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? നീ ഇത് അറിഞ്ഞില്ലായിരുന്നെങ്കിലോ? അത് അറിഞ്ഞ പക്കം എനിക്കവനെ കാണേണ്ടേ അച്ഛാ. ഒരേ സമയം ഒരേ വയറ്റിൽ കിടന്നവരല്ലേ ഞാൻ. ഇത്രയും വർഷം നിനക്ക് ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരിക്കൽ ഒരു സുപ്രഭാതത്തിലാണല്ലോ നീ ആരുടെ മകളാണെന്ന കാര്യം പോലും നീ അറിഞ്ഞത്. അലീനയ്ക്ക് ഉത്തരവില്ലാതായി. തൽക്കാലം ഇത് നിന്റെ മനസ്സിലിരിക്കട്ടെ. പെട്ടെന്ന് ഒരച്ഛയുടെ അമ്മയുടെ അടുത്ത് ചെന്ന് നീ എൻ്റെ ഇരട്ട സഹോദരനാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? അതുകൊണ്ട് തൽക്കാലം അതൊന്നും വേണ്ട. അലീന ബാലചന്ദ്രനെ കണ്ട് യാത്ര പറഞ്ഞ് കൃഷ്ണമോളെയും ബബിതയെയും രോഹിത്തിനെ എല്ലാം കണ്ട് അവരോടും യാത്ര പറഞ്ഞിട്ടാണ് അലീന ഇറങ്ങിയത്. അവളുടെ മനസ്സിലും തൻ്റെ കൂടെ പിറപ്പായ തൻ്റെ കൂടെ ജനിച്ചവനെ ഓർമ്മയായിരുന്നു. ഗംഗാധരൻ അങ്കിളിനെ കണ്ട് എങ്ങനെയെങ്കിലും അവനെ കാണണം, അവൻ്റെ ഫോട്ടോ എങ്കിലും. അങ്ങനെ ഇരിക്കെ കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷാട്ടോ ഗംഗാധരൻ മേനൻ അലീനയോട് ഈ സത്യം തുറന്ന് പറയാണ്. നിനക്കവനെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ആഗ്രയിൽ നീലഗിരിയിലേക്ക് അലീനയും സ്റ്റാലിൻ ജോസഫും കൂടെ പോകുന്ന സമയത്ത് ഗംഗാധരൻ മേനോൻ അവിടെ വെച്ച് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ താൽക്കാലത്തേക്ക് അവൻ്റെ ജന്മരഹസ്യം അവനെ അറിയിക്കുന്നില്ല. അവനിപ്പോൾ ഒരച്ഛൻ്റെയും അമ്മയുടെയും കൂടെ സന്തോഷത്തോടെ അവരുടെ കണ്ണിലുണ്ണിയായിട്ട് അവൻ വളരുകയാണ്. അവർക്ക് പിന്നെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ അവൻ വളരെ രാജകുമാരനെ പോലെയാട്ടോ അവിടെ കഴിയുന്നത്. പിന്നീട് ഇതെല്ലാം ലാസ്റ്റ് വൈജ അറിയുന്നതൊക്കെ അതോടുകൂടെ സ്വന്തം ആങ്ങളമാർക്കെതിരെ വൈജ തന്നെ തിരിയുന്നുണ്ട് കേട്ടോ. അവർ ഈ കൊടും ചതിക്ക് കൂട്ടുനിന്നവരെല്ലാം വൈജ പിന്നെ വെറുതെ വിടുന്നില്ല.